ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ ഭരണഘടനയിൽ നിന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചിട്ട് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രസ്താവന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവനകൾ വായിക്കാം. 1. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 165 ആണ്. 2. കേന്ദ്രത്തിലെ അറ്റോർണി ജനറലിന് സമാനമായ സംസ്ഥാനത്തുള്ള പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ. 3. നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും നിയമസഭയിൽ വോട്ട് രേഖപ്പെടുത്താനും അധികാരമുണ്ട്. 4. നിലവിൽ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ K. ജാജു ബാബുവാണ്. അപ്പോൾ ഇതിൽ ഏതെല്ലാമാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 165 എന്നുള്ളത് ശരിയാണ്. 2. കേന്ദ്രത്തിലെ അറ്റോർണി ജനറലിന് സമാനമായ സംസ്ഥാനത്തുള്ള പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ എന്നുള്ളത്, അതും ശരിയാണ്. 3. നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും നിയമസഭയിൽ വോട്ട് രേഖപ്പെടുത്താനും അധികാരമുണ്ട്. അതിൽ പകുതി ശരി പകുതി തെറ്റുമാണ്. എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്, അതായത് അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയും, അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയും, എന്നാൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ 3 ഇല്ലാത്ത പ്രസ്താവന നോക്കിയെടുക്കുകയെന്ന് പറഞ്ഞാൽ അതിൽ ഓപ്ഷൻസ് തന്നതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ്. 4. നിലവിലെ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ K. ജാജു ബാബു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ 1, 2, 4 ശരി. 1, 2, 4 മൂന്നാമത്തെ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ കൊടുത്തതിൽ മിസ്റ്റേക്ക് വന്നതാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ ആരാണ്? സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 165 ആണ് അദ്ദേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം ഗവർണറാണ് നിയമിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? സംസ്ഥാന മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ നിയമിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് K. ജാജു ബാബുവാണ്. ഈ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ജോലി എന്താണ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. അതായത് സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ജനറലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രസ്താവന വായിച്ചപ്പോൾ പറഞ്ഞു, കേന്ദ്രത്തിലെ അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനത്തുള്ള പദവിയാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ യോഗ്യത എന്തായിരിക്കാം? ഹൈക്കോടതി, നമ്മൾ കേരളത്തിലല്ലേ, അതായത് സ്റ്റേറ്റിലല്ലേ, അപ്പോൾ ഹൈക്കോടതി ജഡ്ജിയാകുന്നതിനുള്ള യോഗ്യത ആണ് ആർക്ക് വേണ്ടത്? ഒരു അഡ്വക്കേറ്റ് ജനറലിന് ഉണ്ടായിരിക്കേണ്ടത്. അദ്ദേഹത്തിന് നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും കഴിയും, എന്നാൽ അവിടെ വോട്ട് രേഖപ്പെടുത്താൻ ആർക്ക് അധികാരമില്ല? അഡ്വക്കേറ്റ് ജനറലിന് അധികാരമില്ല. അതുപോലെ നമ്മുടെ കേരളത്തിലെ ആദ്യ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് KV സൂര്യനാരായണ അയ്യറാണ്. KV സൂര്യനാരായണ അയ്യർ. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ K. ജാജു ബാബുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷന് രൂപം നൽകിയത്. 2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങൾ ഉണ്ടായിരിക്കും. 3. റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കും കമ്മീഷന്റെ ചെയർമാൻ. 4. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെല്ലാമാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ് ഈ കമ്മീഷൻ രൂപം കൊണ്ടിട്ടുള്ളത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇവിടെ 6 അംഗങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് ശരിയാണ്. ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങൾ ഉണ്ടായിരിക്കും. റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കും കമ്മീഷന്റെ ചെയർമാൻ. ഇനി ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എന്നുള്ളതും ശരിയാണ്. അപ്പോൾ ഉത്തരം വരുമ്പോൾ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ് ഈ കമ്മീഷൻ രൂപം കൊണ്ടിട്ടുള്ളത്.
അപ്പോൾ ഈ കമ്മീഷൻ്റെ ചുമതലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളിൽ പെടുന്നതാണ് മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളുടെ മേൽ അന്വേഷണം നടത്തുക, അതുപോലെ ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യത്തെക്കുറിച്ച് പഠിച്ച് ശുപാർശകൾ നൽകുക, അതുപോലെ മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിക്കുക എന്നിവയെല്ലാം എന്തിൻ്റെ ചുമതലകളാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളിൽ പെടുന്നതാണ്. ഇനി ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും അതുപോലെ തന്നെ അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഈ കമ്മീഷനിലെ മെമ്പർമാരും കമ്മീഷണറും ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? രാഷ്ട്രപതിക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും മെമ്പർമാരെയും സ്ഥാനത്ത് നീക്കം ചെയ്യുന്നത് ആരാണ്? അതും രാഷ്ട്രപതിയാണ്. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആരാണ്? അതും രാഷ്ട്രപതി തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, KAS അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. 1. KAS രൂപവൽക്കരിക്കാൻ കാരണമായ നിയമം 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ്. 2. 1997 മെയ്യിൽ നിലവിൽ വന്ന 3ാം ഭരണപരിഷ്കാര കമ്മീഷനാണ് KAS എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. 3. KAS ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. 4. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 സെക്ഷൻ 2(1) അടിസ്ഥാനമാക്കിയാണ് KAS സ്പെഷ്യൽ റൂൾസ് 2017 രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെല്ലാമാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. KAS രൂപവൽക്കരിക്കാൻ കാരണമായ നിയമം 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് ആണ്. 1997 മെയ്യിൽ നിലവിൽ വന്ന 3ാം ഭരണപരിഷ്കാര കമ്മീഷനാണ് KAS എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. 3ാം ഭരണപരിഷ്കാര കമ്മീഷനാണ്. KAS ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 സെക്ഷൻ 2(1) അടിസ്ഥാനമാക്കിയാണ് KAS സ്പെഷ്യൽ റൂൾസ് 2017 രൂപം കൊണ്ടിട്ടുള്ളത്. ഇന്ത്യയിലെ സിവിൽ സർവീസിന്റെ മാതൃകയിൽ കേരള സംസ്ഥാനത്ത് രൂപം കൊണ്ട സർവീസാണ് എന്തെന്ന് പറയുന്നത്? KAS എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നത് 3ാം ഭരണപരിഷ്കാര കമ്മീഷനാണ്, അത് മറക്കരുത്. അടുത്തത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്രസ്താവന 1 1998 ഡിസംബർ 11 നിലവിൽ വന്നു. പ്രസ്താവന 2 ചെയർമാനെയും 2 അംഗങ്ങളും അടങ്ങുന്നതാണ് അംഗസംഖ്യ. പ്രസ്താവന 3 തെരഞ്ഞെടുപ്പ് സമിതിയിൽ മുഖ്യമന്ത്രി, സ്പീക്കർ, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവർ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? എല്ലാം ശരിയാണ്. 1, 2, 3 ശരിയാണ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998 ഡിസംബർ 11 നിലവിൽ വന്നത്. ചെയർമാനും 2 അംഗങ്ങളും അടങ്ങുന്നതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നേരത്തെ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളൊക്കെ പറഞ്ഞല്ലോ, അതേ ചുമതലകൾ തന്നെയാണ് ആർക്കും ഉള്ളത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉള്ളത്. ഇനി ഈ കമ്മീഷനിൽ തെരഞ്ഞെടുപ്പ് സമിതിയിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി, സ്പീക്കർ, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവർ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ദേശീയ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും കൂടിയിട്ട് എളുപ്പത്തിലൊന്ന് നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ടും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 ഒക്ടോബർ 12 നിലവിൽ വന്നത്. അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998 ഡിസംബർ 11 നിലവിൽ വന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒഫീഷ്യൽ അംഗസംഖ്യ എന്ന് പറയുന്നത് 6 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഒഫീഷ്യൽ അംഗസംഖ്യ അതിന്റെ പകുതി, അതായത് 3. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞ ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങൾ എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പറഞ്ഞത് അല്ലേ? ആ ചെയർമാനിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യത എന്താണ്?
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയായി വിരമിച്ച വ്യക്തിയായിരിക്കണം. അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വരുമ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ച വ്യക്തിയായിരിക്കണം ചെയർമാൻ എന്ന് പറയുന്നുണ്ട്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇനി ഇവരെ പുറത്താക്കുന്നത് പിരിച്ചുവിടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയാലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയാലും രണ്ടിലെയും അംഗങ്ങളെ പുറത്താക്കുന്നത് ആരാണ്? അത് പ്രസിഡന്റ് ആണ്. ഇനി നമ്മൾ നേരത്തെ ഒഫീഷ്യൽ അംഗസംഖ്യ 6 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എന്ന് പറഞ്ഞു. ആ 6 ഒഫീഷ്യൽ അംഗങ്ങളല്ലാണ്ട് അൺഒഫീഷ്യൽ ആയിട്ട് ഒരു 7 അംഗങ്ങൾ കൂടി എവിടെയുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുണ്ട്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അടങ്ങിയ ഒഫീഷ്യൽ അല്ലാത്ത അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, അതുപോലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ചീഫ് കമ്മീഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, NCPCR ചെയർപേഴ്സൺ എന്നിവരെല്ലാം അടങ്ങുന്നതാണ് എന്ന് പറയുന്നത് അൺഒഫീഷ്യൽ ആയ അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? ഈ 7 പേരാണ് ഉള്ളത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരൊക്കെ ചേർന്നാണ് എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭ, രാജ്യസഭ പ്രതിപക്ഷ നേതാക്കൾ, അതുപോലെ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ എന്നിവർ ചേർന്നിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രി, സ്പീക്കർ, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവർ ചേർന്നിട്ടാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? സർവ ഭവന്തു സുഖിന എന്നുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്ന് പറയുന്നത്. അടുത്തത് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഓപ്ഷൻ 1 1959 നവംബർ 1 അത് രൂപം കൊണ്ട്. 2 കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് ആകെ 3 ഭാഗങ്ങളുണ്ട്. 3 ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 309 പ്രകാരമാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് രൂപീകരിച്ചത്. ഇതിൽ ഏതെല്ലാമാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് 1959 നവംബർ 1 രൂപം കൊണ്ടു എന്നുള്ളതാണ്. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നിലവിൽ വന്നത് 1958 ഡിസംബർ 17 എപ്പോഴാണ്? ഡിസംബർ 17. ഇനി കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിൽ ആകെ 3 ഭാഗങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 309 പ്രകാരമാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് രൂപം കൊണ്ടത്. കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം, സീനിയോറിറ്റി, പ്രമോഷൻ തുടങ്ങിയവയാണ് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിൽ ഉൾപ്പെടുന്നത്. എന്തൊക്കെയാണ്? കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുമുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം, സീനിയോറിറ്റി, പ്രമോഷൻ തുടങ്ങിയവയാണ് അതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അത് നിലവിൽ വന്ന് 1958 ഡിസംബർ 17. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആരാണ്? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണെന്ന് പറഞ്ഞത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1 സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി. 2 സംസ്ഥാനത്തെ സിവിൽ സർവീസിന്റെ തലവൻ ചീഫ് സെക്രട്ടറിയാണ്. 3 കേരളത്തിലെ 51ാമത് ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ അധികാരമേറ്റത് 2026 ജൂൺ 30. 4 കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രനാണ്. അപ്പോൾ അതിൽ ഏതാണ് ശരിയെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താണ്? സംസ്ഥാന സിവിൽ സർവീസിൻ്റെ തലവൻ ചീഫ് സെക്രട്ടറി ആണ് എന്ന് തന്നിട്ടുണ്ട്. അത് ശരിയായ പ്രസ്താവനയാണ്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത്?
ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി. സംസ്ഥാനത്തെ സിവിൽ സർവീസിൻ്റെ തലവൻ ആരാണ്? ചീഫ് സെക്രട്ടറി തന്നെയാണ് സംസ്ഥാനത്തെ സിവിൽ സർവീസിൻ്റെ തലവൻ എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിലെ 51ാമത് ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ അധികാരമേറ്റത് 2026 ജൂൺ 30 എന്നുള്ളത് ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആര് എന്നുള്ളത് ആരാണ്? പത്മ രാമചന്ദ്രനാണ്. അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. സംസ്ഥാനത്തെ സിവിൽ സർവീസിലെ തലവൻ ചീഫ് സെക്രട്ടറിയാണ്. അതുപോലെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? അതും ചീഫ് സെക്രട്ടറിയാണ്. അതുപോലെ കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ IAS ആണ്. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എന്ന് ചോദിച്ചാൽ NES രാഘവൻ ആചാര്യാണ് ആദ്യത്തെ കേരളത്തിലെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ, അതായത് 51ാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് വിശ്വനാഥ് സിൻഹ അധികാരമേറ്റത് 2026 ജൂൺ 30 കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? അത് പത്മ രാമചന്ദ്രനാണ്. ഇവർ 1990-91 കാലഘട്ടത്തിലാണ് കേരളത്തിൻ്റെ 17ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ മറ്റു ചീഫ് സെക്രട്ടറിയായ വനിതകളാണ് ലിസി ജേക്കബ്, നീല ഗംഗാധരൻ, ശാരദ മുരളീധരൻ എന്നിവയെല്ലാം. ഇനി ഈ ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയാണ്. ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ് ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്നത്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും ചെയർമാൻ്റെയും കാലാവധി എത്രയാണ്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അതുകൊണ്ട് പറയുന്നില്ല. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി എന്ന് പറയുന്നത്. അടുത്തത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം, നിയന്ത്രണം, നേതൃത്വം എന്നിവ വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 2. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243K, ആർട്ടിക്കിൾ 243 സെറ്റ് A എന്നിവ. 3. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N ശേഷാദ്രിനാഥൻ ആണ്. അപ്പം ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ഏതാണ് തെറ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ തെറ്റായി വരുന്നത് ഏതാണ്? 1 മാത്രമാണ് തെറ്റ്, അതായത് ഓപ്ഷൻ C 1 തെറ്റാണ്. എന്താണ് 1-ൽ തെറ്റ് വരാൻ കാരണം എന്ന് ചോദിച്ചാൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് തെറ്റാണ്. കാരണം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം, അതുപോലെ നിയന്ത്രണം, നേതൃത്വം എന്നിവ വഹിക്കുന്നതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്ന് പറയുന്നത്. അതുപോലെ ഈ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243K, അതുപോലെ 243 സെറ്റ് A എന്നിവ. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ശേഷാദ്രിനാഥനാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകുന്നത്. അത് ആരല്ല? കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുക, അതുപോലെ നിയന്ത്രണം നൽകുക, നേതൃത്വം നൽകുക എന്നിവയാണ് ആരുടെ കടമ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടമ എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? N ശേഷാദ്രിനാഥനാണ്. നമുക്ക് ഡൗട്ട് തോന്നിയിട്ട് A ഷാജഹാൻ എന്ന് എഴുതണ്ട. ഇപ്പോഴത്തെ N ശേഷാദ്രിനാഥനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴെന്നാണ്? നിയമമാണ് ചോദിക്കുന്നത്. അപ്പോൾ 1993 സെപ്റ്റംബർ 28 ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. നിലവിലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നിലവിലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രൊഫസർ KN ഹരിലാലാണ് നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൊഫസർ KN ഹരിലാലാണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിനും സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലുള്ള വരുമാന വിഭജനം ശുപാർശ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ 73-74 ഭേദഗതി പ്രകാരം
രൂപവൽക്കരിച്ച ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അപ്പൊ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അത് ഏത് ഭേദഗതി പ്രകാരം വന്നതാണ്? 73, 74 ഭേദഗതികൾ പ്രകാരം വന്നതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 243I, 243Y എന്നിവയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന, അതിലെ അംഗങ്ങളുടെ യോഗ്യത എന്നിവ നിർണ്ണയിക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമ നിർമ്മാണ സഭയാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് ധനകാര്യ കമ്മീഷന്റെ ഘടനയും അതിലെ അംഗങ്ങളുടെ യോഗ്യതയും എല്ലാം നിർണ്ണയിക്കുന്നത്. ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന ഗവർണർക്കാണ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ KN ഹരിലാൽ ആണെന്ന് പറഞ്ഞു അല്ലേ. അദ്ദേഹം ചുമതലയേറ്റത് 2024 ഒക്ടോബർ 21-നാണ്. 2024 ഒക്ടോബർ 21-നാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 195 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ, 22 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. 2 വർഷം 11 മാസം 17 ദിവസവും കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചത്. 3. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1947 ഡിസംബർ 9 ചേർന്നു. 4. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26-നാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര പട്ടികകൾ, എത്ര ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ഇവിടെ 195 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അത് തെറ്റാണ്. 395 ആർട്ടിക്കിളുകൾ, 8 പട്ടികകൾ, 22 ഭാഗങ്ങൾ എന്നിവയാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഉണ്ടായിരുന്നത്? 395 ആർട്ടിക്കിൾ, 8 പട്ടിക, 22 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തിട്ടാണ് എന്ത് രൂപീകരിച്ചത്? നമ്മുടെ ഭരണഘടന രൂപീകരിച്ചത്. അത് ശരിയായ ആൻസറാണ്. 3. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1947 ഡിസംബർ 9 ചേർന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. നമ്മൾ 1946 ഡിസംബർ 9-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. 4. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26-നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായ ഉത്തരമാണ്. അപ്പോൾ ഇതിൽ തെറ്റായത് ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 195 അനുച്ഛേദം, 8 പട്ടിക, 22 ഭാഗങ്ങളുണ്ട് എന്നുള്ളത് തെറ്റാണ്. 395 ആർട്ടിക്കിളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ 3. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1947 ഡിസംബർ 9 ചേർന്നു എന്നുള്ളതും തെറ്റാണ്. കാരണം 1946 ഡിസംബർ 9-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിനും സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലുള്ള വരുമാന വിഭജനം ശുപാർശ ചെയ്യുന്നതിനും വേണ്ടി രൂപവൽക്കരിച്ച സ്ഥാപനമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ധനകാര്യ കമ്മീഷനെ കുറിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇത് ശരിയാണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിനും സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലുള്ള വരുമാന വിഭജനം ശുപാർശ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. 73, 74 ഭേദഗതി പ്രകാരമാണ് ധനകാര്യ കമ്മീഷൻ രൂപവൽക്കരിച്ചത്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെല്ലാം? 1. ഇന്ത്യൻ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയാണ്. 2. രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. അതും ശരിയാണ്. 3. രാജ്യസഭ ഒരു ഉപരിസഭയാണ്. 4. ലോകസഭ അധോസഭ എന്നറിയപ്പെടുന്നു. അപ്പോൾ 1, 2, 3, 4 എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അതായത് സ്റ്റേറ്റ് PSCയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് എന്നാണ്. 1. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്.
2. ഇന്ത്യൻ ഭരണഘടനയുടെ 315 ആർട്ടിക്കിളാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപവൽക്കരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 3. ചെയർമാനെയും അംഗങ്ങളുടെയും കാലാവധി 6 വർഷം 62 വയസ്സാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെല്ലാമാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ ചെയർമാൻ അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അത് ശരിയായ ഉത്തരമാണ്. രണ്ടാമത് ഇന്ത്യൻ ഭരണഘടനയുടെ 315 ആർട്ടിക്കിളാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപവൽക്കരണത്തെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. അതും ശരിയായ ഉത്തരമാണ്. 3. ചെയർമാനെയും അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് എന്നുള്ളത്. അതും ശരിയാണ്. അപ്പം എല്ലാം 3ഉം ശരിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ വരുന്ന സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. സംസ്ഥാന PSCയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം 14 ഭാഗം 14 ഇന്ത്യൻ ഭരണഘടനയുടെ 315 ആർട്ടിക്കിളിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ പ്രവർത്തനങ്ങളെയും ചുമതലകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിളാണ് 320. ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 320 ആണ്. ഇവരുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. അപ്പോൾ ഇവരെയെല്ലാം നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരം പട്ടത്തെ തുളസി ഹിൽസ് ആണ്. കേരള PSCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. കേരള PSC നിലവിൽ വന്നത് 1957 നവംബർ 1 കേരള PSC നിലവിൽ വന്നത്. കേരള PSC നിലവിൽ വന്നത് 1956 നവംബർ 1 കേരള PSC നിലവിൽ വന്നതെന്നാണ് 1956 നവംബർ 1 ആദ്യത്തെ ചെയർമാനായിരുന്നത് VK വേലായുധനാണ്. നിലവിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ, കേരള PSCയുടെ ചെയർമാൻ MR ബൈജു ആണ്. നിലവിലെ കേരള PSCയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? സാജു ജോർജ് ആണ്. ഇനി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതിയാണ് നമ്മുടെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം എന്ന് പറയുന്നത്. ഇനി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ഗവർണർ, ബി പ്രസിഡന്റ്, സി ചീഫ് ജസ്റ്റിസ്, ഡി മുഖ്യമന്ത്രി. ആരാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്? പ്രസിഡന്റ് ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? 1. കേരള PSC നിലവിൽ വന്നത് 1956 നവംബർ 1 2. ആദ്യ ചെയർമാൻ VK വേലായുധനാണ്. 3. നിലവിലെ ചെയർമാൻ MR ബൈജു ആണ്. 4. ആസ്ഥാനം തിരുവനന്തപുരം പട്ടത്തെ തുളസി ഹിൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയാം. ഉത്തരം എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. PSC നിലവിൽ വന്നത് 1956 നവംബർ 1 ആദ്യ ചെയർമാൻ VK വേലായുധനാണ്. നിലവിലെ ചെയർമാൻ MR ബൈജു ആണ്. ആസ്ഥാനം തിരുവനന്തപുരം പട്ടത്തെ തുളസി ഹിൽസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏത്? അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 1951, ഓപ്ഷൻ ബി 1953, ഓപ്ഷൻ സി 1955, ഓപ്ഷൻ ഡി 1957. അയിത്ത നിരോധന നിയമം നിലവിൽ വന്നത് 1955. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? 1. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ നിലവിലെ ചെയർമാൻ PV ആഷയാണ്. 2. നിലവിലെ PSC സെക്രട്ടറി സാജു ജോർജ് ആണ്. 3. നിലവിലെ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജറാണ്. 4. പ്രഥമ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ K സോമനാഥാണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഡി. 1, 2, 3, 4 ശരിയാണ് എന്നുള്ളതാണ് ആൻസർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ നിലവിലെ ചെയർപേഴ്സൺ PV ആഷിയാണ്. നിലവിലെ കേരള PSC സെക്രട്ടറി സാജു ജോർജ് ആണ്. 3. നിലവിലെ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജറാണ്. 4. പ്രഥമ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ K സോമനാഥാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം ഏത്? ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ബി ചൂഷണത്തിനെതിരായുള്ള അവകാശം, സി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഡി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ ഈ ഭാഷ, ലിപി, സംസ്കാരം ഒക്കെ ഏതിലാണ് വരുന്നത്? അത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശത്തിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക.
ഒന്ന്, സംസ്ഥാനത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ നിയമിക്കുന്നത് ഗവർണറുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ്. 2, ഇത് നിലവിൽ വന്നത് 2010 ഓഗസ്റ്റ് 26-നാണ്. 3, കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉമാണ് ശരി. സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ നിയമിക്കുന്നത് ഗവർണറുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ്. 2 നിലവിൽ വന്നത് 2010 ഓഗസ്റ്റ് 26-നാണ്. 3 ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 4 വർഷം 70 വയസ്സാണ്. അല്ലാതെ 5 വർഷം 65 വയസ്സല്ല, 4 വർഷം 70 വയസ്സാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ചെയർമാൻ്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 4 വർഷം 70 വയസ്സാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ രൂപം കൊള്ളാൻ കാരണമായ ഭേദഗതി എന്ന് പറയുന്നത് 1976-ലെ 42-ാം ഭേദഗതി പ്രകാരമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ രൂപം കൊണ്ടിട്ടുള്ളത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ വന്നത് 2010 ഓഗസ്റ്റ് 26-നാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ നിയമിക്കുന്നത് ഗവർണറുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ്. ഇനി ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നമ്മൾ 2010 ഓഗസ്റ്റ് 26-ന് പ്രവർത്തനം നിലവിൽ വന്നു എന്ന് പറഞ്ഞു അല്ലേ. അത് പ്രവർത്തനം ആരംഭിച്ചത് 2011 ഡിസംബർ 22-നാണ്. 2011 ഡിസംബർ 22-നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെ കാലാവധി 5 വർഷം 65 വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ നമ്മൾ അത് തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ. കാരണം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ വരുമ്പോൾ ചെയർമാൻ്റെ കാലാവധി 5 വർഷം 65 വയസ്സും തന്നെയായിരുന്നു. എന്നാൽ 2021-ലെ ട്രിബ്യൂണൽ റീഫോംസ് ആക്ട് പ്രകാരം ചെയർമാൻ്റെ കാലാവധി 4 വർഷം 70 വയസ്സ് എന്നുള്ളതാണ്. ഇനി ഇവരെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ 323A ആണ്. 323A ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായരായിരുന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ നിലവിലെ ചെയർമാൻ, ആക്ടിംഗ് ചെയർമാൻ ജസ്റ്റിസ് PV ആഷയാണ്.